അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പോഡ്കാസ്റ്റിന് ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ ഈ ഒരു ഇതുപോലത്തെ ഇതൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് അല്ലേ? അതാണോ? അല്ലേ? എങ്ങനെയുണ്ട് ശരിക്കും കഴുത്തിന്റെ വേദനയും കാര്യങ്ങളൊക്കെ? അത്ര നല്ല അനുഭവമല്ല. അല്ല, നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇതിൽ നിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അപ്പിയറൻസിൽ അത് തന്നെ ചോദിക്കണമല്ലോ. ശരിക്കും എന്താ സംഭവിച്ചേ? ഞാൻ അന്ന് കണ്ണൂരിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അതൊരു നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. കാരണം നമ്മൾ ഈ ആയുർവേദത്തിൽ വലിയ ഇതായിട്ട് നമുക്ക് നല്ല പാരമ്പര്യമുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ആയുർവേദം ലോക പ്രശസ്തമാണ്. പക്ഷേ നമ്മൾ ഈ ആയുർവേദത്തെ തലമുറകൾക്ക് സംരക്ഷിക്കുന്നതിനും ഇതൊരു ഏൻഷ്യൻ വിസ്ഡമാണല്ലോ. ഒരു ഏൻഷ്യൻ വിസ്ഡവും പുതിയ ശാസ്ത്രവും തമ്മിലുള്ളൊരു ഒരു ഗ്യാപ്പുണ്ട്. ഇത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ നല്ല ഗവേഷണം ഉണ്ടാകണം. അതോടൊപ്പം ഇനിയുള്ള ജനറേഷൻസിന് നമ്മളിത് കൈമാറണം, ലോകത്തിന് കൈമാറണം. അപ്പോൾ എങ്ങനെയാണ് കൈമാറുക പറ്റുക? ഒന്ന് നിശ്ചയമായിട്ടും നമ്മുടെ വളരെ അമൂല്യങ്ങളായിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങൾ. പക്ഷെ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ, ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒരു കാര്യം, നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊരു റിസർച്ച് സെൻറ്റർ, വിഷയാധിഷ്ഠിത ചികിത്സ എന്നുള്ളത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം അതാണ് എപ്പോഴും ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിർമ്മിച്ചു. ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കി. 100 ബെഡുള്ള ആശുപത്രി, താളിയോല കണ്ണൂരാണല്ലേ? കണ്ണൂരാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനം. അപ്പോൾ അത് ബഹുമാനപ്പെട്ട CM അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു രാവിലെ. അതിനും പിന്നെ പെരിങ്ങോം എന്ന മലയോര മേഖല, കണ്ണൂരിൻ്റെ മലയോര മേഖലയിൽ ഒരു താലൂക്ക് ആശുപത്രി നേരത്തെ ഉണ്ടായിരുന്നു, ഓഡിറ്റൊരു ആശുപത്രിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ സ്പെഷ്യാലിറ്റി സർവീസസ് തുടങ്ങുന്നു, പുതിയ കെട്ടിടം നിർമ്മിച്ചു, അതിൻ്റെ ഉദ്ഘാടനം. അതോടൊപ്പം പുഴാതിയിൽ ഒരു ആരോഗ്യ കേന്ദ്രം. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് അന്ന് ചെയ്തിരുന്നത്. അതിനുശേഷം രാവിലെ മുതൽ കരിങ്കൊടി പ്രയോഗങ്ങളുണ്ട്. മറ്റേ കത്രിക വിഷയത്തിൽ അല്ലേ? അതെ. അപ്പോൾ രാവിലെ മുതൽ കരിങ്കൊടി പ്രയോഗങ്ങളുണ്ട്. റോഡ് സൈഡിലുണ്ട്, ഗ്ലാസ്സിൽ വന്ന് അടിച്ചു. പിന്നെ ഫ്ലാഗ് പോസ്റ്റ് വളയ്ക്കാൻ ശ്രമിച്ചു. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു 2-3 മിനിറ്റ്സ് ഗസ്റ്റ് ഹൗസിൽ കയറി നേരെ വന്ദേ ഭാരതിൽ വരാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ക്യാമറ, ഒരു ലോക്കൽ ചാനലാണെന്ന് തോന്നുന്നു, ഒരു ചാനലും 3-4 ഫോണുകൾ ഞാനിങ്ങനെ കണ്ടു റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിനോട് ഇവിടെ ആരോ ഉണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്ന് ആദ്യത്തെ റൂം കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് മുന്നിലേക്ക് കടന്നു വരുന്നത്. അവിടെ പിന്നീടുള്ള പല സംഭവങ്ങളും നമ്മൾ TV കണ്ടതാണ്. പലരും പലത് പറയുന്നുണ്ട്. ആദ്യം മന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, പിന്നീട് പ്രശ്നങ്ങളായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണോ? ഇതിലേക്ക് നമുക്ക് ഒരു എന്താ പറയുക, ഒരു വേദന ഉണ്ടാവണമെങ്കിൽ ഓൺ ദ സ്പോട്ട് ഉണ്ടാവണം എന്നുണ്ടോ? എന്താണ് ബേസിക്കലി സംഭവിച്ചത്? എൻ്റെ സ്വന്തം അനുഭവം, എനിക്ക് ഇങ്ങനൊരു അനുഭവം നമുക്ക് മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഒരാൾ കൂടെ ഒരു വനിതാ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തേക്ക് എൻ്റെയും ആ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് ഒരാൾ അകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പോലീസ് വലയം ഉണ്ടായിരുന്നു അതിനുള്ളിലേക്ക്. അപ്പോൾ ആദ്യം ഒരാളാണ് കരിങ്കൊടിയുമായിട്ട് വന്നത്. ആ ആളെ പോലീസ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരാൾ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിടിവലിയും ഉന്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം അടുത്തൊരു ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് മുന്നോട്ട്, അപ്പോൾ ഞാൻ ഒന്നാമത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഈ നിലയിൽ അറ്റാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ കരിങ്കൊടി ഞാൻ അന്നും പ്രസംഗിച്ചു. അതായത് കരിങ്കൊടി ഞാൻ പൂമാലയായി കാണുന്നു എന്നൊക്കെ പ്രസംഗിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. യെസ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ കൊണ്ട് റീത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു ജനാധിപത്യപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. കരിങ്കൊടി ആണെങ്കിൽ പ്രതിഷേധം, ഇതൊക്കെ ഏതോ കാലത്ത് നടന്നാണ് എന്നൊക്കെ ആണെങ്കിൽ തന്നെയും അവർക്ക് അതിൻ്റെ അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള. പക്ഷേ ഇങ്ങനൊരു ഫിസിക്കലായിട്ടുള്ളൂ നേരിട്ട് വരുന്നത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാത്രമല്ല, അന്നത്തെ ദിവസം മുഴുവൻ ഇതുണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്നടിക്കുകയും ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പോലീസിനോട് എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എത്ര നാൾ തടയാനായിട്ട് പറ്റും, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എനിക്ക് നടക്കണ്ടേ, ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, എൻ്റെ ട്രെയിൻ 2-3 മിനിറ്റിനുള്ളിൽ അപ്പുറത്ത് വരും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ പോലീസിനോട് ഇത് ചോദിക്കുന്നുണ്ട്, എനിക്ക് നടക്കണ്ടേ, ഇതെന്താണ് സംഭവിക്കുന്നത്,
എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടക്കുമ്പോഴാണ്, ഞാൻ സാധാരണ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതുപോലെ എൻ്റെ ബാഗൊന്നും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഒരാളെ അങ്ങനെ എൻ്റെ ബാഗ് മറ്റൊരാൾ എടുക്കാറില്ല, ഞാൻ തന്നെ എടുക്കും. പക്ഷെ അപ്പോൾ എനിക്ക് ബാഗ് എടുക്കാനായിട്ട് നടന്ന് ഞാൻ മൂവ് ചെയ്ത് നടന്നപ്പോൾ എനിക്ക് ബാഗും ഒരു കയ്യിൽ ഡയറിയും ഉണ്ടായിരുന്നു. ഇത്രയും മണിക്കൂർ ട്രെയിനിലുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനും പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനിതെൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷ് ഒന്ന് പിടിക്കുമോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആദ്യം ചെവിയിലാണ് വേദന വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ അഭിലാഷിനോടും പോലീസിനോടും ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. എസ്കലേറ്ററിൽ കയറുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല, എനിക്ക് നല്ല വേദനയുണ്ട്. കാരണം ഈ പെയിൻ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴുത്തിലേക്ക് വേദന. അപ്പോഴാണ് നമ്മൾ ഈ നടന്നു തുടങ്ങുമ്പോഴാണല്ലോ ഫീൽ ചെയ്തത്. മനസ്സിലായി. പിന്നെ പുറത്തേക്കും വേദനയുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ എസ്കലേറ്റർ മുകളിൽ ചെന്നു, ബ്രിഡ്ജാണല്ലോ പിന്നെ. അപ്പോൾ അഭിലാഷ് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോഴും എനിക്ക് പോകണം, കാരണം പിറ്റേ ദിവസം പത്തനംതിട്ട പരിപാടിയാണ്. 4 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം ആ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ പോട്ടെ, അതൊക്കെ ക്ലോസ് ചാപ്റ്റർ ആണ്. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ as you are in this state എനിക്ക് ചോദിക്കാണ്ട് പറ്റത്തില്ലല്ലോ. How are you now? I'm getting better. Okay. അപ്പോൾ അവരുടെ MRIയുടെയും മറ്റു റിസൾട്ട്സും ഒക്കെ വെച്ചിട്ട് ഡോക്ടേഴ്സ് അതിൻ്റെ പെയിനിൻ്റെ വേണ്ടി. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കുറേ കമൻറ്റുകൾ വരും. സുജിത്ത് ഭക്തൻ വീണാവർത്തനെ വിളിച്ചിരുത്തി കഴുത്തിൻ്റെ പ്രശ്നം വെളുപ്പിക്കാൻ ശ്രമിച്ചു. ഇത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, അതായത് പ്രശ്നങ്ങളൊന്നുമല്ല. ഞാനാണ് മാഡത്തിന് ഒരു പോഡ്കാസ്റ്റ് തരുമോ എന്ന് ചോദിച്ച് അങ്ങോട്ട് വിളിച്ചത്. അന്നേരം മാഡം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ലൈക്ക് ഷി കെയിം. അപ്പോൾ എനിക്ക് ഇതൊന്നും ചോദിക്കണം എന്നല്ല ആഗ്രഹം. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും മറ്റു പലതാണ്. കാരണം ഞാൻ കോഴഞ്ചേരിക്കാരനാണ്, നമ്മളൊരു മണ്ഡലത്തിലെ ആൾക്കാരാണ്. എൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് താങ്കളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇനി വീണ്ടും മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 5 വർഷമായിട്ട് യു ആർ ദ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ്.